എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണം അന്വേഷണം CBIക്ക് വിട്ട മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകും. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, അങ്ങനെ നവീൻ ബാബുവിന്റെ മരണം ഇനി CBI അന്വേഷിക്കും. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണം. CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം തന്നെ കോടതിയെ സമീപിക്കുകയുമൊക്കെ ചെയ്തത്. പക്ഷേ അവിടെ നിന്നും തന്നെ ഒരു അനുകൂലമായ നിലപാട് ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ചയാണ് ഈ കുടുംബം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തുകയും തുടർന്ന് ഇവരുടെ ആവശ്യം, അതായത് അവരിപ്പോഴും സംശയം ഉന്നയിക്കുന്നത് 12 കാര്യങ്ങളിലാണ്. ആ 12 കാര്യങ്ങളിൽ കൃത്യമായ വിവരം ലഭിക്കണം, അതിനകത്ത് ചില സംശയങ്ങൾ നിലനിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു കത്തും പരാതിയുമൊക്കെ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു. അന്ന് തന്നെ മുഖ്യമന്ത്രി ഇത് CBIക്ക് വിടുന്നതിനെക്കുറിച്ച് തീരുമാനം എടുത്തിരുന്നു. പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് മന്ത്രിസഭാ യോഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ CBI അന്വേഷണത്തിന് ഉത്തരവ് നൽകി കഴിഞ്ഞിരിക്കുകയാണ് മന്ത്രിസഭാ യോഗം. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ മകൾ അനുരഞ്ജനയ്ക്ക് ജോലി നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഒരു പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ഒരു വർഷമായി അവർ ഈ CBI അന്വേഷണം എന്നാവശ്യം ഉന്നയിച്ചുകൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ആ നീക്കങ്ങളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള പരാജയമുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ കേസിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത്. അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഈ ദിവ്യ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ഒപ്പം ദിവ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോൺ മാത്രമാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. മറ്റൊരു ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങളും അതെല്ലാം ഉപരിയായി ഈ മൃതദേഹം കണ്ട സ്ഥലത്ത് നിന്നും അത് അഴിച്ചുമാറ്റുകയും പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടത് അടുത്ത ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ ഇല്ലാത്ത സമയത്തായിരുന്നു. അതും വലിയ തരത്തിൽ സംശയമുള്ളതായി ഈ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു 12 സംശയങ്ങളാണ് അവർ മുന്നോട്ട് വച്ചിരുന്നത്. അതിന് കൃത്യമായ മറുപടി ലഭിക്കണം എന്നൊരാവശ്യം അവർ പറഞ്ഞിരുന്നു. ഒപ്പം ഈ അന്വേഷണ സംഘം, അതായത് 2 പേരാണ് ഈ കേസ് അന്വേഷിച്ചത്. ആദ്യത്തേത് സംഭവ സ്ഥലത്തുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. ആ അന്വേഷണത്തിലും തൃപ്തിയല്ല. അതിനുശേഷം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ നിയോഗിച്ചിരുന്നു. ആ അന്വേഷണ സംഘം നടത്തിയതും കൃത്യമായി ഒരാളിൽ മാത്രം എത്തിച്ചേരുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് ആത്മഹത്യാ പ്രേരണം എന്ന ഒരു കുറ്റം മാത്രമായിരുന്നു ദിവ്യക്കെതിരെ ചുമത്തിയിട്ടുള്ളതും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നാണ് കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെയും നിഗമനം. പ്രത്യേകിച്ചും ഇത് ആർക്ക് വേണ്ടി നവീൻ ബാബുവിനെതിരെ ഉന്നയിക്കപ്പെട്ടത് ഒരു കൈക്കൂലി ആരോപണമായിരുന്നു. പെട്രോൾ പമ്പ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൈക്കൂലി മേടിച്ചു എന്നുള്ളതായിരുന്നു ദിവ്യ അന്ന് ഒരു പൊതുവേദിയിൽ വെച്ച് ഉന്നയിച്ചിരുന്ന ഒരു ആരോപണം. അത് ഗോപ്യമായ ഭാഷയിലാണ് ദിവ്യ പറഞ്ഞതെങ്കിൽ തന്നെയും അദ്ദേഹത്തിനെ വല്ലാതെ മാനസികമായി വേദനിപ്പിച്ചു എന്നാണ് കുടുംബത്തിൻ്റെ പരാതി. പക്ഷേ ഈ സംഭവത്തിന് പിന്നിൽ ദിവ്യ മാത്രമല്ല, മറ്റു ചില ആളുകൾ കൂടിയുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഈ പെട്രോൾ പമ്പിൻ്റെ ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ADMന് മുന്നിലേക്ക് എത്തിയത്? ADM ആ ഭൂമിക്ക് അനുമതി നൽകുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിക്ക് വിധേയനായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വിശാലമായ അന്വേഷണം വേണം എന്ന് തന്നെയായിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം. പക്ഷേ ആ ആവശ്യം പല മേഖലകളിൽ എത്തിയിരുന്നെങ്കിൽ തന്നെയും അതൊന്നും തന്നെ അന്ന് കൈകാര്യം ചെയ്ത് കൊടുത്തില്ല. മാത്രവുമല്ല, നവീൻ ബാബുവും ഭാര്യയും ഒക്കെ തന്നെ ഇടതു സർക്കാരിൻ്റെ ഒപ്പം തന്നെ CPMൻ്റെ ജീവനക്കാരുടെ സംഘടനയിൽപ്പെട്ട അംഗങ്ങളും ഒക്കെ ആയിരുന്നു. എന്നിട്ടും നീതി ലഭിച്ചില്ല എന്ന് വലിയ തരത്തിലുള്ള ആരോപണം അവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. തൊട്ട് പിന്നാലെ റാന്നി MLA കൂടി ഇടപെട്ടുകൊണ്ടാണ് ഈ കുടുംബത്തെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിക്കുകയും അവരുടെ പരാതി കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുകയും ചെയ്ത് അന്ന് തന്നെ ഈ അന്വേഷണം CBIക്ക് വിടും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്തായാലും ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമായി ഇത് മാറിയിരിക്കുന്നു. അതായത് CBIക്കുള്ള അന്വേഷണത്തിൻ്റെ ഉത്തരവ് മന്ത്രിസഭാ യോഗം പുറത്തിറക്കിയിരിക്കുന്നു. മന്ത്രിസഭാ യോഗം അംഗീകരിച്ചിരിക്കുന്നു. ഇനി അടുത്ത നടപടിക്രമങ്ങൾ ഏത് യൂണിറ്റാണ് ഇത് ഏറ്റെടുക്കുക, ഇതുമായി ബന്ധപ്പെട്ട കത്ത് സർക്കാർ ഉടൻ തന്നെ CBIക്ക് കൈമാറും. സാധാരണഗതിയിൽ CBI ഒരു കേസ് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ കോടതി നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ സർക്കാർ തീരുമാനിക്കുകയോ വേണം. ഇവിടെ സർക്കാരാണ് തീരുമാനിച്ചിരിക്കുന്നത് CBI അന്വേഷണത്തിന് വേണ്ടി. എന്തായാലും ഈ കുടുംബങ്ങൾ ഉന്നയിക്കുന്ന 13 സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത വരും എന്നുള്ള പ്രതീക്ഷയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനുള്ളത്. ശരി, എന്തായാലും A.D.M. നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷണം CBIക്ക് വിട്ടിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ മകളായ നിരഞ്ജന നായർക്ക് ആശ്രിത നിയമനവും നൽകാനാണ് തീരുമാനമായിരിക്കുന്നത്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.